ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് സത്രം കുമ്മളിയിലാണ്. അപ്പം നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്തത് ഒരാഴ്ചത്തോളമായി, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. കാര്യം എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്കങ്ങനെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനൊരു മിനി വ്ളോഗൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതൊന്ന് എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടണം. കസിൻസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പേൻ്റെ ചേട്ടൻ്റെ മക്കളാണ് കസിൻസ് എന്ന് ഞാൻ പറയണത്. ഇതാണ് ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് വെച്ചതും കൊണ്ട് തന്നെ ചെറുതായിട്ട് ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ലോങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇടുക്കിയിലെ ബിഗ്ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ വീടാണ് ഗൈസ് ഇത്. ഏറ്റവും വലിയ ഇടുക്കിയിലെ വീട്, അതാണ് ഈ വീട് ഞാനിപ്പോൾ കാണിച്ചത്. ആക്ച്വലി ഗൈസ് നല്ല രസമായിരുന്നു. നമ്മൾ വീഡിയോ കാണുന്നേക്കാളും ഇച്ചിരി കൂടി ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അതിന് പോകുന്ന വഴി ഇതേപോലെ ഏലത്തോട്ടം അതൊക്കെ ആയിരുന്നു. പിന്നെ ഗൈസ് നമുക്ക് എന്താ പറയുക, എനിക്കാണെങ്കിൽ ഇത് സെയിം വ്യൂ ആണല്ലോ എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ എന്താ ചെറുതായിട്ട് ബോറൊക്കെ അടിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി തന്നെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കാണാൻ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ള് തേയിലത്തോട്ടം, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ നമ്മളിതാണ് AVT ടീ ഫാക്ടറി. അപ്പം ഇവിടെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാൻ നിർത്തി ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് പറയുകയാണെങ്കിൽ ഒരു ഓഫ് റോഡാണിത്. അപ്പം ബലോറയാണ് നമ്മളിപ്പം വണ്ടി നമ്മളിപ്പം ബലോറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ നമ്മളവിടെ എത്തി ഗൈസ്. അപ്പം ഇത് ഓഫ് റോഡായിരുന്നു. അപ്പം ഞാനിപ്പം ഇറങ്ങണത് നമ്മൾ അവിടെ എത്തി ഗൈസ്. നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തി, സത്രത്തിൽ എത്തി ഗൈസ്. ഫസ്റ്റ് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എന്താ വ്യൂ അങ്ങനെ വലിയതൊന്നും ഇല്ല എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ ഇച്ചിരി കൂടെ പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന്. ഇനി ബാക്കി എൻ്റെ ഓൺ വോയിസ് കേട്ടോ. നമ്മളിവിടെ എത്തി. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലായിരുന്നു. ഇത് ഡയറി മിൽക്കാണ്, മെൽറ്റായി പോയി. അപ്പം അതിൽ കൂടെ പോകാൻ പറ്റത്തില്ല. കാര്യം അതിൽ കൂടെ എന്താ പറയുക, നമുക്ക് ആ ഒരു സ്പെസിഫിക് ജീപ്പിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറി മിൽക്ക് കഴിക്കാം. അതാകുമ്പോഴത്തേക്കും ഒരു മധുരവും കൂടെ ആവും. അപ്പോൾ ഗൈസ് നിങ്ങളത് കണ്ടില്ലേ, ആ ഒരു കയറ്റം പോലെ, അത് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അവിടുത്തെ വണ്ടികളുണ്ട്, അപ്പോൾ അവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, നമുക്കും കയറാൻ പറ്റും. പക്ഷെ ബലോറ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് പാടായാനേ. അപ്പം അതുകൊണ്ട് ഈ മലകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ അപ്പം അവിടെ നിന്ന് ചോദിച്ചിട്ട് എന്താ വരുവാണ്, അവിടെ കയറ്റാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗൈസ് ഇത് ചുണ്ടങ്ങയാണ്. ഇത് കറി വയ്ക്കാം, പഴുക്കുമ്പോൾ തിന്നാം. അപ്പം അമ്മച്ചി പറിച്ചതാണ്. അപ്പം ഗൈസ് നമ്മൾ ഓൾറെഡി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു. ആക്ച്വലി ഗൈസ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സലാഡും പിന്നെ നാരങ്ങ അച്ചാറും ഒക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ റൈസ് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സാലഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി പിന്നെ കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് കഴിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കസിൻസ്. അപ്പം അമ്മച്ചിയും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. ഹാൻഡ് വാഷും പിന്നെ കൈ കഴുകാനുള്ള വെള്ളവും എന്താ പറയുക കുടിക്കാനുള്ള വെള്ളവും കപ്പും പ്ലേറ്റ് ഇതെൻ്റെ സ്ലോ മോഷൻ ഞാൻ വിചാരിച്ചതാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മളൊരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. അപ്പം നമ്മളിവിടെ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് നേരിട്ട് കാണാൻ.
നമ്മൾ മേലോട്ട് പോകുവാണ്. ചെറുതായിട്ട് പേടിയുണ്ട് ഗൈസ് എനിക്ക്. കാര്യം പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം നൈല് ഇവിടെ ഗൈസ് ഇവിടെ വേറൊരു ബ്ലോഗറുണ്ട്. അപ്പം നമ്മളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കൊടുത്തേക്കാം ഗൈസ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ പേര് കൊടുത്തേക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ മേലോട്ട് എത്താറായി. അപ്പോൾ ഗൈസ് ഒരു വണ്ടി വരുന്നുണ്ട്. ചെറുതായിട്ട് പേടിയായിരുന്നു, കാര്യം വണ്ടിയായിരുന്നു വരുന്നത്. ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു, പക്ഷെ നമ്മളെങ്ങനെയൊക്കെ എത്തി. ഞാൻ ചെറുതായി പിന്നെ ഗൈസ് ഞാൻ ഇവർ സംസാരിക്കുന്ന നല്ല സൂമാക്കി എടുത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. ഒരു റോഡ് കണ്ടു. റോഡ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഹൈവേ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല ഗൈസ്, ഇത് നമ്മൾ എയർപോർട്ട് വരാനിരിക്കുന്ന ഒരു തുടക്കമാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇതിങ്ങനെ അപ്പോൾ ഗൈസ് അപ്പയും അമ്മച്ചിയും വില്ലപ്പ ആ കാറിൻ്റെ അകത്താണ്. അവരിങ്ങനെ ആ കയറ്റം കയറി വന്നതാണ് ബലോറയിൽ. അപ്പോൾ അത് വീഡിയോ എടുത്തതാണ് ഗൈസ്. നമ്മൾ കുറേ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ് ഇപ്പം നമ്മളിത് അവിടെ നിന്ന് നമ്മൾ ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെയല്ല, നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം ഇവിടെ നമ്മൾ എയർപോർട്ട് വരാൻ പോവാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വോയിസ് ഓവറിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാരിമോന് പേടിയാണോ? ഹാരിമോന് കുഴി വീഴും. അപ്പം അവിടെ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഹെയർ ക്ലിപ്പൊക്കെ കൈ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗൈസ് ഈ ഒരു സ്പോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം, നമുക്കിവിടെ മലകൾ കാണാം, അത് നല്ല പുല്ലുകളുണ്ട്, അടിപൊളിയാണ് ഗൈസ്. അപ്പം ഗൈസ് ഇതാണ് ഹാരിമോൻ. ഹായ് പറയോ? എൻ്റെ പേര് ഹാരിമോൻ എന്ന് പറയാം. എൻ്റെ പേരെന്താ? അപ്പോൾ ഗൈസ് ഞാൻ ഈ സീനറി, ബ്യൂട്ടിഫുൾ സീനറി എന്താ പറയുക, ആസ്വദിച്ചിരിക്കുമായിരുന്നു. ഇത് ഞാൻ എടുത്തതാണ് ഗൈസ്. ചേട്ടൻ അമ്മേനെ ഇങ്ങനെ തള്ളുന്നു, ഇങ്ങനെ പുഷ് ചെയ്യുന്നു മേലോട്ട്, ഇങ്ങനെ സപ്പോർട്ടാന്ന് തോന്നുന്നു. അപ്പം ഞാനും ഉണ്ടെന്ന് വിചാരിച്ചു, ഞാനും കൂടി ഗൈസ്. അപ്പോൾ ഗൈസ് കയറാൻ ഇച്ചിരി പാടാണ്. ഇറങ്ങാൻ ഭയങ്കര സിമ്പിളായിരുന്നു, പക്ഷെ കയറാൻ ഭയങ്കര പാടാണ്. കയറാം. അമ്മ വലിയ ഇറങ്ങിയതാണ്. അതിന് ഗൈസ് നമ്മൾ തിരിച്ചു പോകുകയാണ്. ഇതും ഒരു ഓഫ് റോഡായിരുന്നു. ഇത് നല്ല ചാട്ടമൊക്കെ ഉണ്ടായിരുന്നത്. ഓഫ് റോഡായി ചാട്ടം ഉണ്ടാകും, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് മുതൽ ഇത് ഇങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. കാര്യം അപ്പുറത്താണ് ഈ കൊക്കയാണ് ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വെച്ചിട്ട് സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ ഒരു വണ്ടി തികച്ചു വരാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കൊച്ചിറയിലോട്ടാണ് പോകുന്നത് ഗൈസ്. നമ്മളിപ്പം ഒരു ഫോട്ടോസിന് വേണ്ടി ഇവിടെ ബാംബുവിൻ്റെ അവിടെ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെള്ളം കാണിച്ചു. അപ്പോൾ ഗൈസ് പിന്നെ അവിടെ നിന്ന് വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഒരു റീലെടുത്ത് ഇത് ഞാൻ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. അപ്പം പിന്നെ പോയി അവിടെ നിറച്ചിടാൻ വേണ്ടി പോയി. അപ്പം ജീപ്പിൽ നമ്മുടെ ഫോറിൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും സത്യത്തിൽ പോകാനാണെന്ന് തോന്നുന്നു എനിക്ക്. അവർ തിരിച്ചു വരുന്ന വഴിയായിരിക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഗൈസ് നമ്മളിപ്പോൾ AVT ടീ ഫാക്ടറിയിലാണ്. അപ്പം ഇത് അതിൻ്റെ ഫ്ലവർ ഒരു പൂന്തോട്ടമാണ് AVT കാണിക്കുന്നത്. അപ്പം അതാണ് AVT എറണാകുളം എസ്റ്റേറ്റ്. അപ്പം നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഫോട്ടോ എടുത്തു.
അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചറയിലോട്ട് പോകുവാണ്. സുനിയമ്മീൻ്റെ വീടാണ്, നമ്മൾ പറയണതാണ് കൊച്ചറ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചറയിലോട്ട് പോകുവാണ്. കൊച്ചറ എന്ന് വിചാരിച്ച് നമ്മൾ വീടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലം പറയില്ല, അതേപോലെ തന്നെ കൊച്ചറയിലോട്ട് നമ്മൾ പോകുവാണ്. കൊച്ചറ വീട്ടിലോട്ട് നമ്മൾ പോകുവാണ്. പോകുന്ന വഴി ഞാനിങ്ങനെ വീഡിയോ എടുത്തിന് വെറുപ്പിക്കുവാണ്. അതിൻ്റെ ഇടയിൽ അപ്പം എന്തോ മേടിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഫൈനലി എത്തി. നമ്മൾ നാളെ രാവിലെയാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ